എന്നാൽ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേനെ കുറിച്ചൊരു വലിയ അപ്ഡേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നടന്നാണ്. ലണ്ടനിൽ നടന്ന ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലാണ് ഈ ലീക്ക് ഒഫീഷ്യലി കൺഫേം ആയിരിക്കുന്നത്. പറഞ്ഞാൽ കൺഫേം ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഈ ഫോട്ടോസും ഈ സെറ്റിൽ നിന്ന് ലീക്കായിട്ടുണ്ട്. വേറൊന്നുമല്ല, മാർക്ക് റഫലോയുടെയും പിന്നെ സേഡി സിങ്കിൻ്റെയും ഉള്ള ഫോട്ടോസ് ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് ലീക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% ആയിട്ട് കൺഫേം ചെയ്യാം, അതായത് ഹൾക്ക് ഈ സിനിമയിൽ അപ്പിയർ ആവുന്നുണ്ട്. താങ്ക്സ് ഫോർ അൺബോക്സ് PhD. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് പുള്ളിക്കാരൻ ലണ്ടൻ വിട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വീഡിയോ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാർക്ക് റഫലോയ്ക്ക് എന്തോ ഒരു സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയതായിട്ടാണ് കാണിച്ചേക്കുന്നത്. കുളിച്ചിരിക്കുന്ന ഒരു മാർക്ക് റഫലോനെയാണ് നമുക്ക് ഈ ഷൂട്ടിംഗ് സീനിൽ കാണാൻ പറ്റുന്നത്. പറ്റിയിരിക്കുന്ന മാർക്ക് റഫലോനെ ആംബുലൻസിൽ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടും ആംബുലൻസ് തന്നെ മറിച്ചിടുന്നതായിട്ടുള്ളൊരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആംബുലൻസ് മറിച്ചിട്ട് വേറെ ആരുമല്ല, ഷീ ഹൾക്കിൻ്റെ അടുത്ത് നിന്ന് അടിവാഞ്ചി പൊട്ട പ്രൊഫസർ ഹൾക്കൊന്നുമല്ല, ഇത്രയും കാലം ഫാൻസ് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാവേജ് ഹൾക്ക് തന്നെയാണ്. അഡ്വാൻസ് ഐഡിയ മെക്കാനിസം ഈ മൂവിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ അവരായിരിക്കും ഈ ബ്രൂസ് ബാനറിനെ നോർമൽ സ്റ്റേറ്റിയിട്ട് കൊണ്ടുവരുന്നതെന്നും അതിൽ നിന്നായിരിക്കും സാവേജ് ഹൾക്കായിട്ട് മാറുന്നതെന്നാണ് ഇപ്പോൾ വന്നേക്കുന്ന റൂമേഴ്സ്. ഒരു കട്ട സ്പൈഡർമാൻ ഫാനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഏജ് ഓഫ് അൾട്രോണിൽ ടോണി സ്റ്റാർക്ക് ഹൾക്കിനെ തോപ്പിച്ച പോലെ ഈ മൂവിയിൽ സ്പൈഡർമാൻ ഹൾക്കിനെ തോപ്പിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗുരുവിനൊത്ത ശിഷ്യന്ന് കാണിക്കണമൊക്കെ നല്ലതാണ്, പക്ഷെ അവിടെ ഹൾക്കിൻ്റെ ആണ് അവിടെ ഡൗൺ ചെയ്യുന്നത്. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു സൂൺ.